ആദിവാസി സമൂഹത്തിന് ഇത്രയും വിലയുള്ള ഞങ്ങൾക്ക് നേരെ മറിച്ച് ഒരു പന്നി എവിടെയും ചത്തു കിടക്കട്ടെ, DFO RRTയുടെ 3 വണ്ടി അത് നിറച്ച ആൾക്കാര് വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കുഴിച്ചിടുന്നു. അടുത്തുള്ള വീടുകളിലെ മുഴുവൻ ചമ്മന്തി അരച്ചു വെച്ചിരിക്കുന്ന ചട്ടി വരെ പൊക്കി നോക്കുന്നു. ഇത്രയും കൊല്ലങ്ങളായിട്ട് ഞങ്ങളുടെ മനസ്സിനുള്ളിലുള്ളതാ. അതുകൊണ്ടാണ് ഈ 2 കോടി 24 മണിക്കൂറായി ഞങ്ങൾക്കറിയാം. മനുഷ്യ ശരീരമാണ്, ചീയും മണക്കും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെങ്കിൽ ഞങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങൾക്ക് സാറിനെ നേരിട്ട് അറിയിക്കണമെന്നൊരു ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് സാറ് വരാതെ ബോഡി ഞങ്ങൾ ഇവിടുന്ന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞത്. ഞാൻ പറയുന്നത് ചുരുക്കം ജനത, ഇവിടെ ഇരിക്കുന്ന ജനതകൾക്ക് പലർക്കും പല കാര്യങ്ങളും പറയാനുണ്ട്, സാറിനെ അറിയിക്കാനുണ്ട്. സാറിന് ഉന്നതന്മാരും ഈ ഉദ്യോഗസ്ഥന്മാരും പറയുന്ന ഒരു അറിവ് മാത്രമേ ഉള്ളൂ. ആർലം ഫാം എന്താണ്? ആനമതിലിന്റെ പണി ആദ്യം 10 മാസത്തേക്കല്ലേ കൊടുത്തത്. ആ 10 മാസത്തേക്ക് കൊടുത്ത പണി ഇപ്പൊ 5 വർഷമായി. എവിടെ പോയില്ലേ ഈ അതെടുത്ത കൺസ്ട്രക്ഷൻ വർക്കുകാര്? എന്തിനാണ് സാർ മാസാമാസം RRTക്കാർക്ക് ശമ്പളം എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത്? അത് ഈ സാധാരണക്കാർക്ക് കൊടുത്ത് ഇവരോടിക്കാരെ ഞങ്ങൾ ആദിവാസികൾ ഓടിച്ചോ. നമസ്കാരം. വളരെ ദുഃഖത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ ആർളം ഫാമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ പലർക്കും മനസ്സിലായിട്ടുണ്ടാകും. കാരണം ഇന്നലെയൊക്കെ ആയിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയൊക്കെ ആയിട്ട് പലരും TV കൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ലൈവ് അല്ലാത്തതുകൊണ്ടും നമ്മൾ ഇന്നലെ വൈകിട്ടാണ് നമ്മൾ ഈ സംഭവം അറിഞ്ഞത്. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരെയാണ് കാട്ടാന കൊന്നിരിക്കുന്നത്. വെള്ളി, ലീല എന്നിങ്ങനെ പേരുള്ള ആദിവാസികളായിട്ടുള്ള സഹോദരങ്ങളാണ് മരിച്ചത്. ഭാര്യ ഭർത്താക്കന്മാരാണ്. 13ാം ബ്ലോക്കിലാണ് ഈ ഒരു സംഭവം നടന്നത്. ആർളം പ്രദേശത്ത് നിരവധി ആളുകൾ മരിച്ചിട്ടുണ്ട്. 14 പേര് കുറേ വർഷത്തിനിടയ്ക്ക് ഇവിടെ മരിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഇന്നലെ ഏതായാലും ഇവർ 2 പേരും അവരുടെ സ്ഥലത്ത്, അതായത് അവർക്ക് ഗവൺമെൻറ് പതിച്ച് നൽകിയ 1 ഏക്കർ സ്ഥലത്ത് കശുമാവും കാര്യങ്ങളൊക്കെയാണുള്ളത്. കശുവണ്ടി പറക്കാനായിട്ട് പോയ സമയത്താണ് അവർക്ക് ഇങ്ങനെ ഒരു ദാരുണ സംഭവം നടന്നത്. അവരുടെ ബോഡിയൊക്കെ കിടന്ന കാഴ്ചയൊക്കെ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. നമ്മൾ ഇന്നലെ നേരിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ എന്നാലും കണ്ട ആളുകൾ പറഞ്ഞത് അതുപോലെ ചവിട്ടി അരച്ച് കാണാൻ പറ്റാത്ത രീതിയിലാക്കി വെച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10-15 ദിവസത്തിനിടയ്ക്ക് കേരളത്തിൽ ഇത് 6ാമത്തെയോ 7ാമത്തെയോ ആളാണ് മരിക്കുന്നത്. അതുമാത്രമല്ല, കാട്ടാന ആക്രമണത്തിൽ പരിക്ക് പറ്റിയിരിക്കുന്ന ആൾക്കാർ വേറെ. അപ്പോൾ ഇതുപോലെ കാട്ടാന ആക്രമണങ്ങൾ വളരെ അധികം കൂടി വരുന്നൊരു സാഹചര്യമാണ് ഈ കേരളത്തിലുള്ളത്. ഇത് എവിടെ പോയി നിൽക്കുമെന്ന് ഒരു പിടിപാടും കിട്ടുന്നില്ല. ആളുകൾ മരിക്കുന്നതിൻ്റെ കണക്ക് പറയുന്നത് ഇപ്പോൾ ഒരുമാതിരി എന്താ പറയുക, പണ്ട് കൊറോണയൊക്കെ വന്നപ്പോൾ നമ്മൾ TV കൂടെ കോവിഡ് വന്ന ആളുകളുടെ കണക്ക് വായിക്കുന്നതൊക്കെ കേട്ട് ആ രീതിയിലേക്കൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇതൊരു വലിയ സംഭവമേ അല്ലാത്ത രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോവുകയാണ്. നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. മനുഷ്യരുടെ ജീവനാണ് പോകുന്നതെന്നാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ. ഇതൊക്കെ നമുക്ക് വരുമ്പോഴേ ഇതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. എന്താണ് ഇതിനെക്കുറിച്ചൊന്ന് പറയേണ്ടതെന്ന് അറിയില്ല. ആർളം ഫാമിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പല പ്രാവശ്യം നമ്മുടെ എപ്പിസോഡുകളിൽ കൂടെ കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ സംഭവം നടന്ന പ്രദേശവും ഞാൻ ഇതിന് മുന്നേ നമ്മുടെ എപ്പിസോഡിൽ കൂടെ തന്നെ കാണിച്ചിട്ടുള്ള പ്രദേശമാണ് 13ാം ബ്ലോക്ക്. ഞാൻ അന്നും ആ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, വളരെ ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യമുള്ളൊരു പ്രദേശമാണ്. നമുക്കവിടെ ചെന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഏതായാലും ഞാനിപ്പോൾ ആർളം ഫാമിലാണുള്ളത്. ഇനി കഴിഞ്ഞ രാത്രിത്തെ സംഭവം പറയുകയാണെങ്കിൽ ഈ ബോഡി ഇന്നലെ ഉച്ച കഴിയുന്ന സമയത്തും ഇവരുടെ മരണം സംഭവിച്ചത്. അതിനുശേഷം ഇവർ വണ്ടി വെക്കാൻ ആയിട്ട് പോയതുകൊണ്ട് ഇവരെ പിന്നെ ആ പ്രദേശത്തേക്ക് കണ്ടുമില്ല. നാട്ടുകാർ പിന്നെ വൈകിട്ടായിട്ടും അവരുടെ അയൽവാസികളൊക്കെ അന്വേഷിച്ച് ഇവരെ കാണാത്തതുകൊണ്ട് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇത്തരത്തിൽ ഇവരെ ചവിട്ടി അരച്ച് കൊലപ്പെടുത്തിയ രീതിയിൽ കണ്ടെത്തിയത്. അപ്പോൾ ഇതാണ് ഇന്നാളെ സംഭവിച്ച കാര്യം. അതിനുശേഷം ഇവിടെ വലിയ പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ നടന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ ബോഡി എടുക്കാൻ സമ്മതിക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നാട്ടുകാർ പോലീസിനെയും അതുപോലെ തന്നെ പിന്നീട് കളക്ടറൊക്കെ വന്നപ്പോഴാണെങ്കിൽ കളക്ടറിനെയൊക്കെ തടയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇത്തരത്തിൽ വലിയ സംഭവ വികാസങ്ങളാണ് ഇന്നലെ നടന്നത്. ഏതായാലും ഒരു പാതിരാത്രി കഴിഞ്ഞ് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതായത് ഇവർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കാമെന്നും അതുപോലെ തന്നെ കളക്ടർ വന്നതിന് ശേഷമൊക്കെ അവരോട് സംസാരിച്ചതിൻ്റെ ശേഷമാണ് പിന്നീട് ബോഡി
അവിടുന്ന് മാറ്റാനായിട്ട് നാട്ടുകാർ അനുവദിച്ചത്. അങ്ങനെ വലിയ ഒരു സംഭവം തന്നെയാണ് ഇവിടെ നടന്നത്. ഏതായാലും വളരെ ദുഃഖത്തോടുകൂടി തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ ഒരു പ്രദേശമാണ്, ആ സംഭവം നടന്ന പ്രദേശമാണ്. അതുപോലെ തന്നെ ഇന്ന് അവരുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇന്ന് ബോഡി അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പം ആ ഒരു അതിൻ്റെ വിഷ്വലൊക്കെ ആയിരിക്കും ഞാനിനി നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇവിടെ RRT ഓഫീസാണ് കാണുന്നത്. പക്ഷേ 2 മനുഷ്യജീവനുകൾ പിടഞ്ഞു വീണ് മരിച്ചതിന് ശേഷം ഈ ജില്ലയിലെ മുഴുവൻ ഫോഴ്സ് അല്ലെങ്കിൽ അത്തരമുള്ള ഉദ്യോഗസ്ഥന്മാർ വന്നതുകൊണ്ട് ഈ നാട്ടിലെ ഈ മരണക്കളമായി മാറുന്ന ആറളം പഞ്ചായത്തിലെ 6-ാം വാർഡിലെ ഇത് ആദിവാസി പുനരധിവാസ മേഖലയിലെ ജനങ്ങൾക്ക് എന്ത് രക്ഷയാണ്, എന്ത് ജീവൻ സുരക്ഷയാണ് ഒരുക്കാൻ കഴിയുന്നത്? ഇന്നിപ്പോ മന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിന്റെ ഗൗരവം മന്ത്രിയെ ഉൾക്കൊള്ളിക്കുന്നതിനാണോ, അല്ലെങ്കിൽ ആ മന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ ഈ ഒരു വിഷയം ഗൗരവമായി എത്രയാ മന്ത്രി? ഇപ്പൊ ഇവിടെ ഒരു കളക്ടറുണ്ട്. കളക്ടർ മന്ത്രിയുടെ പുറകെ നടക്കുകയാണ് കളക്ടർ. അല്ലെങ്കിൽ ഇനിയും ഇവിടെ ഒരു ബലി കൊടുക്കുന്നതിനോ തയ്യാറില്ലാത്തത് കൊണ്ടാണോ? ഇവിടെ മുമ്പേ അവർ വന്ന് പറഞ്ഞു കുടിവെള്ളം എടുക്കാൻ. ഞാനിപ്പോൾ ഏതായാലും ആ മരിച്ച വെള്ളി അതുപോലെ തന്നെ ലീല എന്ന് പറയുന്ന ആ 2 സഹോദരങ്ങളുടെ വീടിൻ്റെ പരിസരത്താണുള്ളത്. ഇനി നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ ഒരു ഭീകരാവസ്ഥ എന്താണെന്നുള്ളത്. എല്ലാ മീഡിയാസും ചാനലുകാരെല്ലാം ഉണ്ട് കേട്ടോ, ലൈവാണ് കംപ്ലീറ്റ്. ഇവിടെ കാണാം ഇതൊക്കെ പുനരധിവാസ വീടുകളാണ്. ഇവർക്ക് ആദിവാസികളായിട്ടുള്ള ആളുകളെ പുനരധിവസിപ്പിച്ചിരിക്കുന്നതാണ്. പക്ഷേ നമുക്ക് ഇവരുടെ ഈ പരിസരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് കണ്ടാലൊരു മനുഷ്യർ വസിക്കുന്ന പ്രദേശമാണെന്ന് പോലും തോന്നാത്ത രീതിയിൽ കാട് പിടിച്ചാണ് കിടക്കുന്നത്. ഒരു വല്ലാത്ത സിറ്റുവേഷനാണ്. ഇത് മാത്രമൊന്നുമല്ല, ഈ ഭാഗത്ത് ആനമതിലിൻ്റെ കാര്യം വർഷങ്ങളായിട്ട് ഇവിടെ ആനമതിൽ പണിതുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ പണി ഒരിക്കലും തീരുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഇതങ്ങനെ ചർച്ചയിലേക്ക് വരും എന്നല്ലാതെ ആ ഒരു ആനമതിൽ കൃത്യമായിട്ട് പണി തീർന്നാൽ തന്നെ ഇവിടെയുള്ള ആളുകളുടെ പകുതി പ്രശ്നങ്ങളും മാറും എന്നുള്ളതാണ്. ഈ ഒരു സ്ഥലമൊക്കെ നിങ്ങൾ നോക്കിക്കേ, ആദിവാസികളായിട്ടുള്ള ആളുകളെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കാണുന്നത്. ഇത് മനുഷ്യർ താമസിക്കുന്ന ഒരു ഇടമായിട്ട് എനിക്കൊട്ടും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സംഭവം നടന്നിരിക്കുന്നത്. നമുക്ക് അവരുടെ ചെരുപ്പും വടിയും ചോരക്കറയോട് കൂടിയുള്ള അവരുടെ കുത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു വടി, അത് പ്രായമുള്ള ആളുകളാണ്. കുത്തിപ്പിടിച്ച് നടക്കുന്ന ആ വടിയെ കൊടിച്ചിട്ടിട്ടുണ്ട്. അതിലൊക്കെ ബ്ലഡിൻ്റെ ഇതൊക്കെ കാണാം. അവരുടെ ചെരുപ്പ് നമുക്കിവിടെ കാണാം കേട്ടോ. ചെരുപ്പ് ആ മരണസമയത്ത് പോലും ആ ചെരുപ്പ് 2 പേരും ഒരുമിച്ച് പോയതിൻ്റെ ഒരു തെളിവായിട്ട് 2 പേരുടെയും ചെരുപ്പ് ഒരുപോലെ ഒരുമിച്ച് കിടക്കുന്നു. തൊട്ടിപ്പുറത്ത് നമുക്ക് ഇവിടെ വിറക് അടുക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാം. ഏതായാലും ഒരു ഭീകര സംഭവം തന്നെ. ഈ ഒരു പ്രദേശം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെയൊക്കെ ഇതൊക്കെ പുനരധിവാസ മേഖലയാണ്, ഫോറസ്റ്റ് അല്ല. ഇവിടെയൊക്കെ വീടുകളുള്ളതാണ്. ഈ വീടുകൾ ഇവിടെയൊക്കെ താമസക്കാരുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. പക്ഷേ ആനയുടെ ശല്യം കാരണം ഇവർ ഒഴിവാക്കി പോയതാണ്. ഇതാണ് ഈ ഒരു സംഭവ സ്ഥലത്തെ ഒരു ഭീകര ദൃശ്യം എന്ന് പറയുന്നത്. വളരെ വേഗത്തിൽ വന്നിട്ട് നമുക്കിവിടെ ആനപ്പിണ്ടമൊക്കെ കിടക്കുന്ന കാണാം. അതിനുശേഷം ആനതെ ഈ ഒരു വഴിക്ക് ഇങ്ങനെയാണ് കയറി പോയിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിന് തൊട്ട് പുറകിലായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ ആന ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഒരിക്കലും നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. കാരണം അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു പ്രദേശത്തെ സ്ഥിതി എന്ന് പറയുന്നത്. അതായത് ഈ വീടൊക്കെ കിടക്കുന്നത് നമുക്ക് കാണാമല്ലോ. ഇത് മാത്രം മതിയില്ല, അവിടെയൊക്കെ ഇവർക്ക് ഇവിടെ താമസിക്കാനായിട്ട് സർക്കാർ കൊടുത്തിരിക്കുന്ന പ്രദേശമാണ്. അവർക്ക് പതിത്ത് കൊടുത്തിരിക്കുന്ന 1 ഏക്കർ പ്രദേശവും ഇവിടെ ഈ ഒരു ഭാഗത്ത് തന്നെയുണ്ട്. പക്ഷേ അതൊക്കെ ഇപ്പോൾ ഒന്നും മേലാത്ത അവസ്ഥയിൽ അവർ ഇട്ടെറിഞ്ഞ് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. കാട് പിടിച്ച് കിടക്കുകയാണ്. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? ശ്രുതി. ഇന്നലെ എത്ര മണിയായപ്പോഴായിരിക്കും ശരിക്കും നടന്നത്? ഇത് അവർ പറഞ്ഞ ഒരു 3 മണിയായപ്പോൾ ആന കരയുന്ന ഒച്ച കേട്ടു. അപ്പം ഏകദേശം ആരും കണ്ടിട്ടില്ല.
അപ്പം ഇങ്ങനെ ആളെ അന്വേഷിച്ച് വൈകുന്നേരമായിട്ട് വീട്ടിലെത്താതെ കണ്ടപ്പോൾ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കണ്ടു എന്നാണ് വീട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. ഇവരെന്തിനായിരിക്കും ശരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക? ഇവർ മേളിൽ കശുവണ്ടി വെറുക്കാൻ പോകുന്നുണ്ട്. അത് വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 10 വർഷമായി. ഇവിടെ ഈ 13-ാം ബ്ലോക്കിൽ തന്നെ സ്ഥിരമായിട്ട് താമസിക്കുന്ന വ്യക്തിയാണ്. വന്ന കാലം മുതൽ ഇവർ അങ്ങ് മേളിൽ കശുവണ്ടി വെറുക്കാൻ പോകുന്നവരാണ്. അപ്പം അങ്ങനെ കശുവണ്ടി വെറുക്കിയിട്ട് സ്ഥിരമായിട്ട് നടക്കുന്ന വഴിയാണ്. ഈ റോഡിൻ്റെ തൊട്ട് മേളിൽ 2 കുടുംബങ്ങൾ പിന്നെ സ്ഥിരമായിട്ട് താമസിക്കുന്നുണ്ട്. അവർ സ്ഥിരമായിട്ട് നടക്കുന്ന വഴിയാണ്. ഇവിടെ വേറെ ആൾക്കാർ തൊട്ട് മേളിൽ 2 വീട്ടുകാർ കുടുംബക്കാർ താമസിക്കുന്നുണ്ട് സ്ഥിരമായിട്ട്. അപ്പം അവരടക്കം ഇതിലെ സ്ഥിരം നടക്കുന്ന വഴിയാണ്. അപ്പം ഇവർ കശുവണ്ടി പെറുക്കി വരുമ്പം ആനേനെ കണ്ടു, അങ്ങനെ തിരിഞ്ഞോടിയപ്പോൾ പിടിച്ചു എന്നാണ് നോക്കിയപ്പം. പിന്നെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ അവരില്ലല്ലോ, ആരും കണ്ടിട്ടുമില്ല. കശുവണ്ടിയൊക്കെ ഇങ്ങനെ വഴി കിടക്കുന്നുണ്ട്. അങ്ങനെയാണ്. ഈ ബാക്കിയുള്ള ഈ കാണുന്ന ഈ വീടുകളിലൊന്നും ആളുകളില്ല? ഇല്ല, അവിടെ ഒന്നും ആളില്ല. ഇവരൊക്കെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയവരാ. ഇതുവരെ പട്ടയം കിട്ടിയിട്ട് വരാത്തവരുമാണ് കൂടുതലും. ഈ ആനപ്രശ്നം കാരണം തന്നെ പോയതല്ലേ? ആയിരിക്കാം. അല്ലാണ്ട് ഇതിപ്പോൾ ഈ നിങ്ങൾക്ക് കാണുമെന്നറിയത്തില്ല. ഇത് അവിടെ കാണുന്ന ഓടക്കാട് എന്ന് പറഞ്ഞാൽ ഓടത്തുരുത്ത് എന്നാണ് അതിന് പറയാ. അവിടെ ഏത് സമയം ആന 24 മണിക്കൂറും പകലും രാത്രി എന്ന് പറഞ്ഞാൽ ആന അവിടെ ഉള്ളതാണ്. ഏത് സമയം അവിടെ ആനയുണ്ട്. ഈ 13-ാം ബ്ലോക്കിലല്ലേ ഏറ്റവും കൂടുതൽ ആന പ്രശ്നമുള്ളത്? ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൃഷി ഫാമിൽ ആനയായിരുന്നു ഏറ്റവും കൂടുതൽ. ആന കൃഷി ഫാമിലായിരുന്നു. അവിടുന്ന് ആനേനെ ഓടിച്ചു കൃഷി ഫാം മൊത്തം ഇത് ഫെൻസിങ് ഇട്ട് സുരക്ഷിതമാക്കിയപ്പോൾ അവിടുന്ന് ഓടിച്ച ആന മൊത്തം ഇപ്പം പുനരധിവാസ മേഖലയിലാണ് ഉള്ളത്. അപ്പോൾ ആ ആന ഇപ്പം ഭക്ഷണം കിട്ടുന്ന ഇപ്പോൾ ഒന്നാമത് കശുമാവും കശുവണ്ടിയൊക്കെ ഉള്ള സീസണാണ്, ചക്കയൊക്കെ ഉള്ള സീസണാണല്ലോ. അപ്പം അങ്ങനെ ഇറങ്ങി നടക്കുന്നു. ഇപ്പം ഒരു 6 മാസത്തോളമായിട്ട് സ്ഥിരമായിട്ട് ഞാൻ RRTൻ്റെ പബ്ലിക് ഗ്രൂപ്പിലുള്ളൊരു വ്യക്തിയാണ്. അതിൻ്റെ അകത്ത് കാണാം അവർ RRTക്കാരോട് ഒരു സ്ഥലത്ത് പോയിട്ട് ആനേനെ ഓടിക്കാൻ സമയമില്ല, അന്നേരം തന്നെ അടുത്ത സ്ഥലത്ത് ആന വരുന്നു. അങ്ങനെ ഒത്തിരി ആനയുള്ള ഒരു പ്രദേശമാണ്. ഈ മരിച്ച ആളുകൾക്ക് എത്ര പ്രായമുണ്ട്? ആശാ വർക്കർ പറഞ്ഞത് അവരുടെ ആധാർ കാർഡ് പ്രകാരം 86 വയസ്സെന്നാണ് പറഞ്ഞത്. അപ്പോൾ അച്ചാച്ചന് അവർക്ക് 80 വയസ്സിന് മേളിലുണ്ട്. പുള്ളിക്കാരിക്ക് 70 വയസ്സ്, 70 ആ ഒരു പ്രായം. ഈ പ്രായത്തിലും ഇവരിങ്ങനെ ഈ ഇത്രയും ആനപ്രശ്നമൊക്കെ ഉള്ള സ്ഥലത്തും വന്ന് ഇങ്ങനെ പണിയെടുക്കേണ്ട ഒരു സ്ഥിതിയല്ല ഇവിടെയുള്ള. അവർക്ക് വേറെ വരുമാനമില്ല. അവർക്ക് ജീവിക്കണമെങ്കിൽ അവരെ ഇപ്പം എല്ലാവരും പറയുന്ന ഫാമിനുള്ളിൽ താമസിക്കുമ്പം എന്തിനാ താമസിക്കുന്നത്? ഇപ്പം ഈ ഫാമിനുള്ളിൽ ഇത്രയും 3000 സംതിങ് സ്ഥലം കൊടുത്തിട്ട് അതിൽ പകുതി പോലും ആൾ താമസമില്ല. പക്ഷേ ഈ ബാക്കി പകുതി ആൾക്കാരും ജീവനിൽ പേടിച്ചിട്ട് ഇവിടെ നിൽക്കുന്നത്. പുറത്ത് പോയിട്ട് ഒരു 5 സെന്റോ അല്ലെങ്കിൽ 2 സെന്റ് സ്ഥലമോ വീടോ ഉള്ളവരെ നിൽക്കുന്നില്ല. അതുപോലെ ഇല്ലാത്തവരാണ് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കണമല്ലോ എന്നുള്ള രീതിയിൽ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പം തന്നെ അറിയാലോ, നമ്മളെ കേരളത്തിൽ മൊത്തം വന്യമൃഗങ്ങൾ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരവസ്ഥയാണ്. അതായത് ഫാമിനുള്ളിലുള്ള വ്യക്തികൾ മാത്രം തന്നെ 14-ാമത്തെ ഇന്നത്തെയും കൂടെ കൂട്ടിയിട്ട് 15, ഈ 2 പേരെയും കൂടെ കൂട്ടിയിട്ട് 15 പേര് അങ്ങനെ മരിച്ചിട്ടുണ്ട്. അത്രയും മരിച്ചിട്ടും അത് മരിച്ചവർ മാത്രം, അതാ പറഞ്ഞ മരിച്ചവർ മാത്രം. ഇപ്പോഴും നമ്മളെ 12-ാം ബ്ലോക്കിലെ വൈഷ്ണവൊക്കെ എഴുന്നേക്കാൻ പോലും പറ്റാതെ ചികിത്സയിൽ കിടക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ജീവിച്ചിരിക്കുന്നവർ തന്നെ ഒത്തിരി നടക്കാൻ പോലും പറ്റാത്തവർ ഒത്തിരി പേരുണ്ട്. 10-ാം ബ്ലോക്കിൽ ഉണ്ട് ഒരു ചേച്ചി. അങ്ങനെ ഒത്തിരി പേര് അങ്ങനെ അപകടം പറ്റിയിട്ടുമുണ്ട്. ആനമതിൽ 2020 ആനമതിൽ പാസ്സായതാണ്. 2025 ഇതുവരെ ആനമതിലിൻ്റെ 2 കിലോമീറ്റർ പോലും പൂർത്തിയാക്കിയിട്ടില്ല. നമുക്ക് പറയാം, പരമാവധി പറയാമെന്നല്ലാണ്ട് ഇത് സ്പീഡപ്പ് ആകുന്നില്ല. അതാണിപ്പം ഓരോ പ്രാവശ്യം ഓരോ വിഷയം ഉണ്ടാകുമ്പോൾ മാത്രം. ശരിക്കും അതെ. ഇവിടെ ഇപ്പം ഇന്നുകൊണ്ട് ഈ ചർച്ച ഇവിടെ തീർന്നു. ഇന്നിപ്പം എന്താ പറയണ്ടേ, എന്തെങ്കിലും വാഗ്ദാനം ചെയ്യും, അതോടെ ഇത് തീർന്നു കഴിഞ്ഞ് പിന്നീട് ഇവിടെ താമസിക്കുന്ന ഇത്രയും കുടുംബങ്ങളുണ്ട്. അവർക്ക് ഇനി പിന്നീട് ജീവിക്കണം, അല്ലെങ്കിൽ അവർക്ക് പിന്നെ ഒന്നും വേണ്ട, ഒരു കൂലിപ്പണിക്ക് പുറത്ത് പോകണമെങ്കിൽ തന്നെ ഈ അവസ്ഥയിൽ എങ്ങനെ? ഇത് ഉച്ചയ്ക്കാണ്, വൈകുന്നേരം 4 മണിക്ക്. പിന്നെ 10-ാം ബ്ലോക്കിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിനെ കൊന്ന് ഉച്ചയ്ക്ക് 1:30-ക്കാണ്. അപ്പം ഇങ്ങനെ ഈ ഉച്ചക്ക് ഒരു പകല് പോലും ഇറങ്ങി നടക്കാൻ ഇല്ലാണ്ട് അത് പറഞ്ഞ് പകല് പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എങ്ങനെ നമ്മളിവിടെ ഉള്ളവരും പുറത്തൊരു പണിക്ക് പോകണമെങ്കിൽ പോകും? അതാണിപ്പം വലിയ പ്രശ്നം. നമുക്ക് ഫാമിൽ എന്തായാലും കൃഷി ചെയ്തിട്ടോ ഒരു കശുവണ്ടി ആണെങ്കിലും ചക്കയോ അല്ലെങ്കിൽ തെങ്ങോ വാഴയോ ഒന്നും വെച്ചാലും കിട്ടുമല്ലോ. പുറത്ത് കൂലിപ്പണിക്ക് പോയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് ജീവിക്കണമെങ്കിൽ ഈ അവസ്ഥയിൽ പുറത്ത് പോകാനും പറ്റുമല്ലോ. പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലുള്ളവർക്കും ഊരുറച്ചിരിക്കാൻ പറ്റുമല്ലോ. കാരണം പോയവർ തിരിച്ചെത്തുമോ ഇല്ലയോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ബമ്പർ ലോട്ടറി എടുത്ത് നിൽക്കുന്നവരാണ്. ആറുള്ള ഫാമിലുള്ള വ്യക്തികളെല്ലാം 10 ലക്ഷത്തിന്റെ ബമ്പർ ലോട്ടറി എടുത്ത് നിൽക്കുന്നവരാണ്. ഞാൻ മരിച്ചാൽ എൻ്റെ കുടുംബത്തിന് ബമ്പർ ലോട്ടറി കിട്ടുമല്ലോ എന്ന് സ്വയം ആശ്വസിച്ച് കഴിയുന്നവരാണ്. കാരണം ആ അവസ്ഥയിലാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്.
അതുപോലെ തന്നെ ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാണാം ഇവിടെ ഒരു വീടുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു വീടുണ്ട്. ഈ 2 വീടും ഇപ്പോൾ ആളുകളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന വീടാണ്. ഇതിന് മുകളിലേക്ക് 2 വീട്ടുകാർ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇന്നലെ ആനയാക്കട അവരെ കൊന്ന ആന നിന്നൊരു പ്രദേശമാണ്. ഇത് ഇന്നലത്തെയാണ്. അപ്പോൾ ഇവിടെ ഈ ദേഷ്യത്തിൽ മരത്തിൻ്റെ തോലൊക്കെ കുത്തി പൊളിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഏതായാലും ആ തോലാണ് ഇതാ ഇവിടെ കിടക്കുന്നത്, ഇതുണ്ടോ. അതിനുശേഷം ഇതാ ഇവിടെ കുറേ നേരം നിന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്തേ നിരക്കി വലിച്ച് എന്തൊക്കെയോ നിരക്കി വലിച്ച പാടൊക്കെ നമുക്കിവിടെ കാണാൻ. എന്നിട്ട് ഈ വഴിക്ക് ഇങ്ങനെ മുകളിലേക്കാണ് കയറി പോയിരിക്കുന്നത്. നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇതിന് മുകളിലേക്കും 2 വീട്ടുകാർ താമസിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവരൊക്കെ എങ്ങനെയായിരിക്കും ഇവിടെ താമസിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നൊരു കാര്യം. വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. അതായത് ആ ചേട്ടൻ്റെ ബോഡി കിടന്നത് ഈ ഒരു ഭാഗത്ത് ഇവിടെ ആയിട്ടാണ്. ചേച്ചിയുടെ ബോഡി കിടന്നത് ഇവിടെ ആയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ ഇത് കണ്ടോ, കവർ നമുക്ക് കാണാം. അവരിന്നലെ കശുവണ്ടി പറക്കി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ കവറാണ് ഈ കാണുന്നത്. അത് ഈ പോകുന്ന വഴിക്കൊക്കെ ഇവിടെയൊക്കെ കിടക്കുന്നത് നമുക്ക് കാണാം. ഇത് ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് അവർ നേരെ അങ്ങോട്ട് ഓടിയത്. ഒരു പക്ഷേ ഈ വഴിക്കുന്നായിരിക്കും ആന വന്നിട്ടുണ്ടാവും. ആനയെ കണ്ട പാടെ അവരിട്ടിട്ട് അങ്ങോട്ട് ഓടിയതായിരിക്കും. പക്ഷേ വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്കധികം ഒന്നും ഓടാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല. എന്താ ചേട്ടൻ 13-ാം ബ്ലോക്കിലുള്ള ആളാണ്? ഞാൻ 13. പേരെങ്ങനെയാണ്? എൻ്റെ പേര് കുമാരൻ. എന്താ ചേട്ടാ ഇവിടുത്തെ സ്ഥിതി? ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളെ കൊണ്ട് വലിയൊരു പ്രശ്നം. ആ വന്യമൃഗങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ അവരുടെ ഭാഗത്തുള്ള ഏറ്റവും വലിയ ഗുരുതരമായ പെശകാണ് ഇവിടെ വരുന്നത്. എന്ന് പറഞ്ഞാൽ 51 കോടി ഉറുപ്പിക ചെലവ് ചെയ്ത് ആനമതിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് അവർക്ക് ഇവിടെ ഈ പാമ്പിനകത്തുള്ള മരങ്ങൾ മുറിച്ച് കൊടുക്കാൻ പുറത്തേക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൂട്ടു നിൽക്കുന്നു. ഒരു ആനമതിൽ ഈ ഭൂമിയിൽ താമസിക്കുന്ന 3500 കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആനമതിൽ നിർമ്മിക്കാൻ അവിടെ ഉള്ള ചെറിയൊരു മരം മുറിക്കാൻ ഫോറസ്റ്റ് അനുമതിയില്ല. വേറെ എല്ലാത്തിനും അവർ അനുമതി കൊടുക്കുന്നുണ്ട്. അവരെ മൃഗങ്ങൾക്ക് ഇങ്ങോട്ട് കയറാം. നമ്മൾക്ക് ഒരു മരം മുറിച്ചെല്ലാം ഫോറസ്റ്റ് ആനമതിൽ നിർമ്മിക്കുന്നതിനുള്ള തടസ്സം മാസങ്ങളായി ഇപ്പം മുടങ്ങിക്കിടക്കുന്നത്. ആ മരം മുറിക്കാൻ സമ്മതിക്കില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഈ കോൺട്രാക്ടറും ഇവർ ആയിക്കൊണ്ടുള്ള ഒത്തുകളിയുടെ ഭാഗമാണ്. ജനപ്രതിനിധികൾ ഇവിടെ 5 പ്രതിനിധികളുണ്ട്. ഗ്രാമപഞ്ചായത്തുണ്ട്, ബ്ലോക്കുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്. ഇവരുടെ ഒരു ഇടപെടലും ഇതിനകത്തേക്ക് കടന്നു കയറിയിട്ട് വരുന്നില്ല. നമ്മളിവിടെ കടന്ന് ഇവിടെയുള്ള പാപങ്ങൾ നിത്യം ഒരു തൊഴിലെടുക്കാൻ പോലും പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ പാവപ്പെട്ട ജനങ്ങളെ ഇവിടെ കൊണ്ടുവിട്ട് ഈ കാടിനകത്തിട്ട് ഇവിടെ വന്യമൃഗങ്ങൾക്ക് അവരുടെ വന്യമൃഗങ്ങളെ കൊണ്ട് കൊന്ന് ഒടുക്കിയിട്ട് അവർ വാഗ്ദാനം ചെയ്ത് 5 ലക്ഷവും 10 ലക്ഷവും കൊടുക്കുന്നുണ്ട്. എന്തിനാ? എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഫണ്ടുണ്ട്. ഈ ഭൂമി മൊത്തം അവരെ വന്യമൃഗങ്ങൾക്ക് വേണ്ടി എടുത്തിട്ട് ഈ ഭൂമി അവർക്ക് ഇവിടെ 1 ഏക്കർ ഭൂമി കൊടുത്ത 1/2 ഏക്കർ ഭൂമി പുറത്തേക്ക് വാങ്ങാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കട്ടെ. അതാണ് അവർ ചെയ്യേണ്ടത്. അതുപോലെ ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതം ഇന്നലെ ഇവിടെ വന്ന് അനുഭവിച്ചിട്ടുള്ള കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. ആ പ്രായമായ അവർ നിത്യ പറമ്പിൽ ആദായമെടുത്ത് വരുന്ന സമയത്താണ്, വിറക് ശേഖരിച്ചും കശുവണ്ടി പെറുക്കിയും വരുന്ന അവരെ ജീവിതമാർഗം എടുത്ത് വരുന്ന സമയത്താണ് പട്ടാപ്പകൽ കൊല്ലുന്നത്. ഈ പട്ടാപ്പകൽ കൊല്ലുന്നത് ഇതിനു മുമ്പ് 12 ആളുകൾ ഇതിനു മുമ്പ് ആന കൊന്നില്ലേ? എല്ലാം അന്നേരം സർക്കാർ, ഏത് സർക്കാരായാലും അവർ പറയുന്നത് ഞങ്ങൾ ഇതെല്ലാം പരിഹരിച്ചു വരും. എവിടെ പരിഹരിക്കുന്നത്? ഇപ്പം 2 വർഷത്തിനുള്ളിൽ ഇപ്പം 3 ആളായി. 3 ആളുകളെയാണ് ആനകൾ കൊല്ലുന്നത് ഈ ആറളപ്പാമ്പിനകത്ത്. 10-ാം ബ്ലോക്കിൽ രഘുവിനെ കൊന്നു. ഇപ്പം ഇവിടെ രണ്ട് ആളുകളെയാണ്, ഒരു കുടുംബത്തിലെ 2 ആളുകളാണ് നഷ്ടപ്പെടുന്നത്. എത്രത്തോളം അതുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനകത്ത് അവരുടെ പേരിൽ നടപടി എടുത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീരുമാനം. ഇന്നിപ്പം മിനിസ്റ്ററടക്കം വരുന്നുണ്ട്. മിനിസ്റ്ററടക്കം വന്ന് കഴിയുമ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ പറയും. നമുക്ക് ഇവിടെ താമസിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈ 3500 കുടുംബങ്ങളെയും അവരിവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് അവരുടെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രമായിട്ട് മാറ്റി നമ്മളെ ഒഴിവാക്കി തരണം. എൻ്റെ പേര് ജനാർദ്ദനൻ. ഞാൻ ബ്ലോക്ക് 10-ലാണ്, ആറളംപാമ്പിലെ ബ്ലോക്ക് 10-ലാണ് താമസിക്കുന്നത്. എൻ്റെ ഞാൻ താമസിക്കുന്ന വീടും എൻ്റെ അടുത്ത വനമായിട്ട് 30 മീറ്ററിൻ്റെ അകലമാണ് ഉള്ളത്. അവിടെ നിരന്തരമായ ആനശല്യമുള്ള
ഒരു മേഖലയാണ്. അപ്പോൾ ഈ ആറളം ഫാമിന്റെ പുനരധിവാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, ഇതിനു മുമ്പിലും പല കാലങ്ങളിലായിട്ട് 10-12 ആളുകൾ വന്യമൃഗ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നിരന്തരമായ ഒച്ചപ്പാടും ബഹളങ്ങളും സമരങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെക്കും ഈ ആറളം ഫാമിലെ പുനരധിവാസ മേഖലയിൽ 3775 കുടുംബങ്ങൾക്ക് ഭൂമി കൊടുത്തെങ്കിലും അതിൽ 1700 ചില്ലാൻ കുടുംബങ്ങൾ ഇപ്പോഴും സ്ഥിരതാമസമുള്ള മേഖലയാണ്. അതിൽ പല സ്ഥലങ്ങളും കാട് പിടിച്ച് കിടക്കുകയാണ്. ഏതാനും വർഷത്തിന് മുമ്പിൽ എൻ്റെ സഹോദരൻ രഘു എന്ന് പറയുന്നതാണ് ലാസ്റ്റ് ഇവിടെ കാട്ടാന ആറളം ഫാമിലെ ബ്ലോക്ക് 10 മരണപ്പെട്ടത്. എൻ്റെ സഹോദരനാണ്. അവിടെ നിന്ന് അന്ന് ഈ കണ്ണൂർ ജില്ലയിൽപ്പെടുന്ന ഒട്ടുമുക്കാലും ജനപ്രതിനിധികളും അതിനോടൊപ്പം ഉദ്യോഗവർഗ്ഗങ്ങളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് അടിയന്തരമായി പരിഹരിക്കുക എന്ന് പറഞ്ഞ ഇതുവരെക്കും അവർക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ആനമതിൽ നിരന്തരമായ സമരങ്ങളും പ്രശ്നങ്ങളും നടത്തിയതിനു ശേഷമാണ് ഒരു ആനമതിൽ നിർമ്മാണം തുടങ്ങിയത്. അത് വർഷങ്ങളായി ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങാണ്, ഒച്ചിനെ പോലെ ഇഴഞ്ഞു നീങ്ങാണ്. അവിടെ എന്താണ് വിഷയം? ആ വിഷയങ്ങൾ മരങ്ങളാണ്. മരങ്ങൾ മുറിച്ചു മാറ്റാൻ സോഷ്യൽ ഫോറസ്റ്റ് ഇടപെട്ടിട്ട് അത് മുറിച്ചു മാറ്റാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, അത്രയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് കാട്ടിൽ താമസിക്കുന്ന ജനവിഭാഗങ്ങളുടെ 3709 കുടുംബങ്ങളിൽ താമസിക്കുന്ന കുഞ്ഞുകുട്ടി ആവാലവൃദ്ധ ജനങ്ങൾക്ക്, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു തൊഴിൽ പോകാൻ പറ്റാത്ത അവസ്ഥ, കാർഷിക മേഖലയിൽ ഒരു കശുവണ്ടി സീസണിൽ സ്വന്തം പറമ്പിലിറങ്ങി ഒരു കശുവണ്ടി പെറുക്കി വീട്ടിലേക്ക് എത്താൻ പറ്റാത്ത അവസ്ഥ, ഈ മേഖലയെ പരിഹരിക്കാൻ കഴിയാതെ നമ്മുടെ ഇവിടെ 5 ജനപ്രതിനിധികളുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഉണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിനുണ്ട്, ജില്ലാ പഞ്ചായത്തിൻ്റെ ഉണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്. അത്രയൊരു സാങ്കേതിക തടസ്സങ്ങൾ മാറ്റി അതിലിടപെട്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് സർക്കാരിലേക്ക് ഇടപെട്ട് ആ മരങ്ങൾ മുറിച്ചു മാറ്റി എത്ര അടിയന്തരമായി ഈ മതിലുകൾ നിർമ്മിച്ച് ഇവിടുത്തെ ജനങ്ങളെ സുരക്ഷിതമാക്കാനുള്ള ഈ ജനപ്രതിനിധികൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ചാനലിന്റെ മുമ്പിൽ വന്ന് ഞെളിഞ്ഞു നിന്ന് മുതലക്കണ്ണീർ 4 വോട്ടിന് വേണ്ടി മുതലക്കണ്ണീരിറക്കുന്ന ഈ ജനപ്രതിനിധികളെ തിരിച്ചറിയണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ആ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെടാൻ കഴിയില്ല ഇവർക്ക്. അത് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതാണ് നമ്മൾ ഇവിടുത്തെ ജനങ്ങളുടെ വികാരം. നമുക്ക് പോയി, അല്ലെ എന്റെ അച്ഛനെ പോയെങ്കിൽ എനിക്ക് പോയി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് പ്രതികരിക്കാൻ ആരും നിൽക്കില്ല. ഇവരെല്ലാം കുറെ പഴയ ആൾക്കാർ ഇതിനകത്ത് നിൽക്കുന്നവർ മുഴുവൻ രാഷ്ട്രീയക്കാരാ, രാഷ്ട്രീയ കളി കൊണ്ട് മാത്രം നിൽക്കുന്ന ആൾക്കാരാ. അല്ലാണ്ട് ആദിവാസികൾക്ക് വേണ്ടി നിൽക്കുന്നവരൊന്നല്ല. അതറിയില്ല. ആദിവാസികളെ മുതലെടുക്കുന്ന ടീം തന്നെ കുറെ ആൾക്കാർ. എന്തിന്? നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്കൊരു മീഡിയയുടെ മുന്നിൽ നിൽക്കാനല്ല വേണ്ടേ, ഇവരെ പോലെ മുന്നിൽ പ്രസവിക്കല്ല വേണ്ടേ. ഇവരെപ്പോഴാ ഇതിനു മുമ്പ് ഈ ആള ഫാമിലി ആദിവാസികളുണ്ട് താമസിക്കുന്നുണ്ടെന്ന് ഇവർക്ക് അറിയത്തില്ലേ? ആള ഫാമിലി ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് അറിയത്തില്ലേ? ഈ കാണുന്ന സ്ഥലം ഇവർ കാണുന്നില്ല, ഇപ്പോഴാണ് കാണുന്നത്. ആരോടാ പറയണ്ടേ? അല്ല, ഇത് എത്ര കൊല്ലായി ഒരു വാർഡില്, ആള ഫാമില്, ആള പഞ്ചായത്തിൽ ഒരു വാർഡിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു വാർഡിലാണ് കേൾക്കണം, ഒരു വാർഡിലാണ്, അല്ലാണ്ട് മറ്റൊടുത്തല്ല. ഒരു വാർഡ്, കണ്ണൂർ ജില്ലയിലുള്ള കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഒരു വാർഡിലാണ് ഈ 19-16 മരണം നടക്കുന്നത്. ഒറ്റ വാർഡില്, ആറളം പഞ്ചായത്തിൽ. ഏത് രാഷ്ട്രീയക്കാരെ പ്രതികരിക്കാനുള്ള? ഏത് രാഷ്ട്രീയക്കാർ പ്രതികരിക്കാനുള്ള മാത്രമല്ല, ഇവിടെയുള്ള ആദിവാസികൾ ഒറ്റക്കെട്ടായി എന്നാൽ കീഴ്പള്ളിക്കും ആറളത്തും ആനയെത്തും. ഒറ്റക്കെട്ടായി പ്രതികരിച്ചാൽ അതിന് മത്സരിക്കാൻ നിൽക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? എന്റെ കൂടെ നിൽക്കി, ഞാൻ കാണിച്ചതാ. ആന ഓടുന്ന ഓട്ടോ നമ്മൾ കാണിച്ചതാ. നമ്മള് അതിനുകൊണ്ട് ചങ്കുറ്റം വേണം, അല്ലാണ്ട് കാണുന്ന രാഷ്ട്രീയക്കാരെ കൊണ്ട് കാര്യമില്ല. MLA ഒക്കെ പറഞ്ഞെന്ന് പറയാം, 10 മണിക്ക് കളക്ടർ വരും, SP വരും, 10 മണിക്ക് ആദിവാസി. ഇവിടുന്ന് എന്നോട് പറഞ്ഞ വാക്കാ, ഞാൻ പറഞ്ഞതാ. 10 മണിക്ക് SP വരും, കളക്ടർ വരും, ഇവിടെ നിന്ന് വാക്ക് പറഞ്ഞതാ. MLA ഇല്ല, കളക്ടറും ഇല്ല, മന്ത്രിയില്ല, ആരുമില്ല. മന്ത്രി ആരുടെ പഞ്ചായത്തിൽ വേണ്ടാന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞ ആദിവാസി പുനരധിവാസം 2 മണിക്ക് ഇവിടെയല്ല, പഞ്ചായത്തിലെ പേപ്പറിൽ കണ്ടേ, പഞ്ചായത്തിലാ കണ്ടേ. നമുക്ക് പുനരധിവാസ മേഖലയില് നമ്മുടെ മുന്നിൽ ആദിവാസിയുടെ പ്രശ്നം അറിയണമെങ്കിൽ ആദിവാസി എന്നുള്ളത് വനം വകുപ്പ് എന്നുള്ള മന്ത്രി അവിടെ നമ്മൾ പറഞ്ഞതാണ്. ഇന്നലെ ആറളം പോലീസിലെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് വാക്ക് പറഞ്ഞു, നമ്മോട് നിൽക്കുന്ന വാക്ക് പറഞ്ഞു. ആയിരക്കണക്കിന് പേര് 500 കുടുംബങ്ങൾ ഇവിടെ ഇപ്പോൾ ഒഴിവായി കഴിഞ്ഞു. ഇല്ല, ഇവർക്ക് തന്നെ ആവശ്യം അറിയോ? ഇവർക്ക് തന്നെ ആവശ്യം എന്ന് വെച്ചാൽ ഈ ആദിവാസി ഭൂമിയിൽ നിന്ന് ഇവിടുന്ന് മുഴുവൻ ഒഴിവായി പോകും. ഇതേപോലെ സമൂഹം ഇവരുടെ അജണ്ട അത് തന്നെയാണ്. നിങ്ങളെ ഈ പാവങ്ങളെ ഇവിടെ കൊല്ലാക്കൊല കൊണ്ടിട്ട് ഇവർക്ക് കാലക്രമേണ ഇവരുടെ ഭൂമി ആരുമില്ലാണ്ട് അന്യായപ്പെട്ട അവരുടെ കാലങ്ങളാണ്. പക്ഷെ അത് നടക്കൂല. കണക്കിന് പാവങ്ങൾക്ക് ഭൂമി കൊടുത്തു, 1 ഏക്കർ വെച്ച് ഒരു ഭൂമി വെച്ചു, സർക്കാർ കണക്കിന് ഭൂമി കൊടുത്തു. വേണ്ട, 10 ലക്ഷം ഇപ്പൊ കൊടുത്തു. ഒരാൾക്ക് 10 ലക്ഷം വെച്ചു, 20 ലക്ഷം പൈസ കൊടുത്തുകൂടായിരുന്നു. ഇത് കേക്ക് വേണ്ട. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ താമസിക്കുന്ന ആദിവാസികൾക്ക് ആ 10 ലക്ഷം രൂപ ഇങ്ങനെ തന്നേക്കട്ടെ, ഞങ്ങൾ പുറത്തു പോയിക്കോളാം.
ഈ 5 ലക്ഷം രൂപ ഞങ്ങളത് പറഞ്ഞു. 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇവർക്ക് ഒരു നല്ല ചെറിയൊരു വീടും വെച്ച് ഞങ്ങൾ ജീവിക്കാൻ പറ്റും. പഞ്ചായത്ത് 4 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ടല്ലോ വീടിന്. എന്റെ ഒരു മോനാ പോന്നെ, അല്ലെങ്കിൽ വേറെ ആള് ഇവിടുന്ന് ആദിവാസികളെ മുഴുവൻ തെരഞ്ഞെടുക്കുന്നു എന്ത് വാച്ചർമാരായിട്ട്. അവരോട് നമ്മൾ കയറുവോ? എന്റെ മോനെ കയറി, ഇവരുടെ മോനെ കയറി, അല്ല ആരുടെ മക്കളെ കയറി നമ്മൾ വെക്കിട്ട് കയറുവോ? 10ഉം 13ഉം ഇത് വേറെ തട്ടിപ്പ് വനം വകുപ്പ് കാണിക്കുന്ന ഏറ്റവും അനാവശ്യമാണ്. ഇവിടുന്ന് രാഷ്ട്രീയം അല്ലാണ്ട് രാഷ്ട്രീയ കളി എന്ന് പറഞ്ഞാൽ ഇവിടെ കളിക്കുന്നത് മുഴുവൻ പോയാ. അതുപോലെ വനം വകുപ്പിനുണ്ടല്ലോ വണ്ടിയില്ല. ഇവിടെ വന്നിട്ട് ഇതാ തൊട്ടപ്പുറം ഒരു 1/2 കിലോമീറ്റർ ഇല്ല RRT ഓഫീസ് ഉദ്ഘാടനം ഒരു കാര്യമുണ്ട്. അവൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാര് ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ വനംവകുപ്പ് മന്ത്രി ഇന്നലെ ഒരു വാർത്ത പറഞ്ഞിരിക്കുന്നത് കാട്ടിൽ കിടക്കുന്ന ആന കുത്തുകൂടിയിട്ട് കാട്ടി കിടക്കുന്ന കാട്ടാന ഈ ജനവാസത്തിൽ വരുന്ന ആന നാട്ടാനായില്ലേ? അപ്പൊ ജനങ്ങൾക്ക് വിട്ടു തന്നേക്കുന്നത് ജനങ്ങൾക്ക് വിട്ടു തന്നേക്കുന്നത് നമുക്ക് വിട്ടു തന്നേക്ക്. നമ്മൾ ഓടിച്ചു പണക്കത്തിന്റെ പൈസ നമുക്ക് ഈ 2 ജീവൻ പോയതല്ല അവർക്ക് പ്രധാനം. 2 വോട്ട് പോയതിന്റെ ദുഃഖമായിരിക്കും ഈ കൊല്ലാണ്ട് അത്ര നാണമാനം കെട്ട് പറഞ്ഞ ഏത് ആര് പറ്റോട്ടെ എങ്ങനെ പറ്റോട്ടെ 20 ലക്ഷം. അത് എന്തുകൊണ്ടാണ് സാധാരണക്കാരന്റെ വോട്ട് മേടിച്ചിട്ട് എല്ലാവരും വേണം. ഏത് പട്ടിണിക്കാരനെ വേണം, ഏത് പാവങ്ങളെ വേണം. 20 ലക്ഷം അവർക്ക് അയാൾക്ക് നാണമില്ല പറയാം. വണ്ടിക്ക് വേണ്ടിയിട്ടാണ് ഇതിന് തീരുമാനമാക്കാൻ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരാളുണ്ടാവും, അല്ലെങ്കിൽ ഒരു മറുപക്ഷത്തെ നമ്മളൊരു പ്രതിപക്ഷം വരെ ഇലക്ഷൻ വരുമ്പോൾ ഒന്നല്ലേ ചോദിക്കാനും പറയാൻ ആളില്ല. പ്രതികരിക്കുന്നവർ വെറും വിട്ടുക. ഇവിടെയുള്ള ഈ ഇത്രയും മേഖലയിൽ DRDM അറിയാണ്ട് ഈ കെട്ടിടം പണിയോ? DRDM സൈറ്റുമാരെ അറിയാണ്ട് ഇവിടുത്തെ പ്രൊമോട്ടറും ഈ സൈറ്റുമാരെ അറിയാണ്ട് ഈ കെട്ടിടം പണിയോ? ഈ വീടുകൾ പണിയോ? ഇത്ര കോടികൾ ഇവിടെ പണിക്ക് എത്ര കെട്ടിടങ്ങൾ കിടക്കുന്നു? എത്ര കെട്ടിടങ്ങളാണ് ഇവിടെ കിടക്കുന്നത്? ഇവിടുത്തെ സർക്കാർ അറിയാണ്ടും ഇവിടുത്തെ പ്രൊമോട്ടർമാർ അറിയാണ്ടും ഇവിടുത്തെ സൈറ്റുമാർ അറിയാണ്ടും എത്ര കെട്ടിടങ്ങൾ നടക്കുന്നു? ഇതാരും നോക്കും? എത്ര കോടികൾ മുടക്കി? ഈ കോടികൾ ആർക്ക് വേണ്ടിയാണ് മുടക്കുന്നത്? ഇവിടുത്തെ 100ഓളം അല്ല, ഈ വീടുകൾ എന്തിന് ഇവിടെ എന്ത് ഈ പഞ്ചായത്തിൽ എന്തെല്ലാം നിയമമുണ്ട്? ആർക്ക് വേണ്ടിയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്? വോട്ടും മേടിച്ച് കസേര ആർക്ക് വേണ്ടി പണിഞ്ഞു കൊടുത്തു? ആ ഉടമസ്ഥനാരാ? ഇതുപോലെ അറിയില്ല. ഇത് മുഴുവൻ ഉണ്ടാക്കുന്ന ആരാ? അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര്. സർക്കാരെ കുറ്റം പറഞ്ഞല്ല, ഉദ്യോഗസ്ഥന്മാരുടെ ആദ്യത്തെ ഈ അനാസ്ഥ ഉണ്ടല്ലോ ആന ഇറങ്ങും. കാരണം എന്താ അറിയാം? കശുവണ്ടി, ചക്ക ഇതൊക്കെ ഉള്ള സീസൺ സമയം ആന ഇറങ്ങും. 100% ഉറപ്പാണ്. ആന എവിടെ പോയിട്ടൊന്നുമില്ല. ആളുടെ ഇനത്തിനുള്ള ആനയെ ഓടിക്കാൻ ഏതെങ്കിലും ഫോറസ്റ്റുകാർ വന്നോ? ഇവർക്ക് കൊടുക്കുന്ന ശമ്പളം അല്ല നമുക്ക് വേണ്ടേ. ഇവർക്ക് കൊടുക്കുന്ന പടക്കത്തിന്റെ പൈസയും ആനയെ ഓടിക്കാനുള്ള പൈസയും നമ്മൾ ആദിവാസികൾക്ക് കുറച്ചാൾക്കാർക്കും കൊണ്ടാണ് നമ്മൾ ആനയെ ഓടിച്ച് കാണിച്ചത്. അതുകൊണ്ടാ. അല്ലാണ്ട് ഇവര് കൊണ്ടുപോയിട്ട് അൽഫാം മേടിച്ച് മറ്റേ മേടിച്ച് കണ്ട ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന വീട്ടിൽ കിടന്ന് വെള്ളടിച്ച് കിടക്കുന്ന അല്ല വേണ്ടേ. നമ്മളിത് കണ്ട ആൾക്കാർ ചരിത്രമുണ്ട്. ഉറപ്പായിട്ട് കാണിച്ച ആൾക്കാർ ഫോട്ടോ എടുത്ത് വെച്ച ആൾക്കാരുണ്ട്. അതെടുത്ത് പറഞ്ഞറിയോ? അത് കുറെ വ്യക്തിപരമായ കാര്യങ്ങളുണ്ടോ? എന്റെ മുന്നിൽ മോള് പറയാ 6 മണിക്ക് അച്ഛൻ എന്റെ വീടിന്റെ മുന്നിൽ തേങ്ങ പറിക്കുന്നതെന്ന്. വെളുപ്പിന് 6 മണിക്ക്. ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇവര് ഞാൻ കണ്ടുപിടിക്കുന്ന ഞാൻ ടാപ്പിങ്ങിന് പോകുന്ന വ്യക്തിയാ. 2 മണിക്ക് പോകുമ്പോ അവിടെ നിന്നിട്ട് ഈ കക്കുവയിൽ ഇവിടെ ഈ കക്കുവയിൽ നിന്നിട്ട് കണ്ടുപിടിക്കുന്ന പാലത്തിനടുത്ത് കക്കുവയിൽ നിന്നിട്ട് ഇവര് കണ്ടുപിടിക്കാം. കക്കുവയിലല്ല, അവിടുന്ന് അല്ല, കക്കുവയിൽ നിന്ന് ടൗണായി. അവിടെ നിന്നിട്ട് ഇവരുണ്ടല്ലോ ആന തെങ്ങ് പറിച്ച് തിന്നുന്നിടം വരെ നോക്കി നിൽക്കാം. 5 മണിക്കാണ് ഇവര് പടക്കം നോക്കിക്കാം. അതായത് 7 മണിക്ക് രാത്രി 7 മണിക്ക് വരുന്ന ആനയാന്ന് ഓർക്കണം. അതിനെ മുഴുവൻ തീറ്റ മുഴുവൻ തിന്ന് വിശപ്പ് മാറുന്നതും വരെ ഇവർ നിന്നിട്ട് രാവിലെ ആകുമ്പോ 6 മണിക്ക് ഇവരെ പൊട്ടിച്ചങ്ങ് വിടുക. ബോഡി വരുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സമയമായപ്പോഴത്തേക്കും അങ്ങോട്ട് പോകുന്ന വഴി മൊത്തം ഇവിടെയുള്ള നാട്ടുകാർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതാണ് ഈ നമ്മളിപ്പോൾ കാണുന്നത്. എന്നിട്ട് വന്നിട്ട് തീരുമാനം ഉണ്ടാക്കിയിട്ട് ഒരാളെ നമ്മൾ ഇങ്ങോട്ട് വിടുക. ശാശ്വത പരിഹാരം ഇന്നത്തോടെ ആയില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കാര്യം? പോകുന്ന വഴിക്ക് പല സ്ഥലത്തും ഇവർ റോഡിൽ ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു അംഗൻവാടിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്ഥലത്ത് കാണുന്ന വലിയ കെട്ടിടം ഒരു സ്കൂളിന് വേണ്ടി പണിത കെട്ടിടമാണ്. അതൊന്നും വർഷങ്ങളായിട്ട് അവിടെ പണിത് കിടക്കുന്നതല്ലാണ്ട് ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. നമുക്കിവിടെ നിന്ന് ദൂരെ നോക്കിയാൽ കാണാം, പുക ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ ആ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ കാട്ടുതീ പിടിച്ചിരിക്കുന്നത്.
അപ്പോൾ അത് അണയ്ക്കാനായിട്ടാണ് ഫയർഫോഴ്സ് വന്നത്. പക്ഷേ ഫയർഫോഴ്സിനെ അങ്ങോട്ട് കടത്തി വിട്ടിട്ടില്ല. നമുക്ക് നമ്മളെ പിള്ളേർക്ക് ഇവിടെ ജീവിക്കണം. പക്ഷെ ഇത് ഇവർ നോക്കില്ല, പോർച്ചുകാർ മാത്രമാര് നോക്കില്ല. പിന്നെ നമ്മൾ എന്നെ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇവരെ പിടിച്ച് പുറത്താക്കുന്ന ചെയ്യാത്ത കൊണ്ടാണ് അവർ ഒളിച്ചു കളിക്കുന്നത് അല്ലേ? അതിന് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരോട് മോശമാക്കുന്ന ഇവിടുന്ന് എടുത്ത ആദിവാസി ജനത ആൾക്കാരല്ലേ? മുമ്പോട്ട് പോയി ഇവിടെ ബോഡിയുമായിട്ട് ആംബുലൻസ് വന്നു. ആംബുലൻസ് അടക്കം എല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ബോഡി മാത്രമേ ഉള്ളിലേക്ക് കടത്തിവിടുള്ളൂ. ഉദ്യോഗസ്ഥരെയോ മറ്റു ആൾക്കാരെ ഒന്നും കടത്തിവിടില്ല എന്ന് പറഞ്ഞ് ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ചെറിയ തോതിലുള്ള സംഘർഷാവസ്ഥ ഇവിടെ ഉണ്ട്. ജനങ്ങൾ പിരിഞ്ഞു പോകണമെങ്കിൽ പോലീസ് പിരിഞ്ഞു പോയാലേ ജനം തിരിഞ്ഞു പോകുന്ന മന്ത്രി വരണം. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വരണം. അവർക്കൊരു ഉത്തരവാദപ്പെട്ട ആളിന്റെ എഷ്വറൻസാണ് വേണ്ടത്. നമ്മളൊക്കെ രാഷ്ട്രീയക്കാരൻ, നമുക്കൊന്നും അധികാരമില്ല. അധികാരമുള്ളവർ വന്ന് പറഞ്ഞാൽ അവർ കേൾക്കും, ഉറപ്പായി കേൾക്കും. അതുകൊണ്ട് ഞാൻ ട്രിവാൻഡ്രത്ത് ഇവർ ഇൻഫർമേഷൻ കൊടുക്കാൻ പോവുകയാണ്. അവിടുത്തെ മന്ത്രിമാരെ ഞാൻ ബന്ധപ്പെടും. ആവുന്ന വ്യക്തിബന്ധമുള്ള എല്ലാ മന്ത്രിമാരെയും ഞാൻ വിളിക്കും. നിങ്ങളൊരു ടീമായിട്ട് പോയി അവരെ കാണണമെന്ന് ഞാൻ ആവശ്യപ്പെടും. പോകാൻ പാടുന്നില്ലെന്ന് കേട്ടെ, അല്ലെങ്കിൽ അവരവരെ ശ്രമിച്ചോ. ഇപ്പൊ മൃതദേഹമായിട്ട് ഒരു മണിക്കൂറോളായി. ഇപ്പം സമയം വൈകിട്ട് 6 മണിയായി. ഈ സമയമായിട്ടും ഇവിടെ ഈ ഒരു പ്രക്ഷോഭം തീർന്നിട്ടില്ല. ഇപ്പോഴും മൃതദേഹങ്ങൾ രണ്ടും ആംബുലൻസിൽ തന്നെയാണ് ഇരിക്കുന്നത്. ജനങ്ങൾ മന്ത്രി വരാതെ, മന്ത്രിയെ കാണാതെ ഇവിടുന്ന് പിൻവാങ്ങില്ല, അല്ലെങ്കിൽ ഇത് ബോഡി കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. പിന്നെ ഏതെല്ലാം എത്ര നേരം നിന്നുകൊണ്ടാ പറഞ്ഞു. 24 മണിക്കൂറല്ല, 44 മണിക്കൂറായിട്ട് വീട് എത്തിയിട്ടില്ല. ഒരു മന്ത്രി എത്തിയിട്ടില്ല. ആന എത്താനായി കോട്ടപ്പാറന്റെ അടുത്തുനിന്ന് ആന എത്താനായി എനിക്ക് മന്ത്രി എത്തിയിട്ടില്ല. അതിന്റെ മുകളിലെ മന്ത്രിനെ കയറ്റിക്കണ്ടേ, അതിന്റെ മുകളിൽ കയറിയിരിക്കണ്ടേ. നമ്മള് വേറെ പട്ടികൾ, അതാണല്ലോ പട്ടികൾ. നമ്മളെ
6:30 ബോഡി അവിടുന്ന് ഒരടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സമ്മതിച്ചിട്ടില്ല. മന്ത്രി വരാതെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. ഇനിയിപ്പോൾ രാത്രി ഈ പ്രദേശത്ത് നിൽക്കൽ ഒട്ടും സേഫല്ല. കാരണം പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. കാരണം ഇത് ജനവാസ മേഖലയാണ്, ആറളം ഫാമാണ്, ആറളം പുനരധിവാസ മേഖലയാണ്. 3000 കുടുംബങ്ങളെ പാർപ്പിച്ചിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ 1600 കുടുംബങ്ങളുടെ ഇവിടെ ബാക്കിയുള്ളൂ. പക്ഷേ വൈകിട്ട് 6 മണി കഴിഞ്ഞ് 6:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രദേശത്തൊക്കെ കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായിട്ടുള്ള പ്രദേശമാണ്. പ്രത്യേകിച്ച് ഈ 13-ാം ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലം. ഞാനിപ്പോൾ 13-ാം ബ്ലോക്കിലാണ് നമ്മൾ ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് കട്ട് ചെയ്യാണ്. കാരണം ആന വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല ഇനി ഇപ്പോൾ ഈ വഴിക്കൂടെ ഇതിൽ മാത്രമല്ല ഇതിലെ ട്രാവൽ ചെയ്യാനുള്ളതും കൂടെയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. ഏതായാലും മന്ത്രി വരുന്നുണ്ടെന്നാണ് കേട്ടത്. ഇനി മന്ത്രി വരുന്നുണ്ടെന്ന് ഇപ്പോൾ പറയുന്നത് കേട്ടു. ഏതായാലും ഇത്രയൊക്കെയാണ് എനിക്ക് വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. ഇപ്പോൾ മന്ത്രി വരുന്നതിൻ്റെ വിഷ്വൽസും ബാക്കി കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ അവസാനം കാണിക്കുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ കേട്ടോ പോകും. ഇവിടുത്തെ ജില്ലാ ഭരണാധികാരികളുമായും വനം വകുപ്പിലെയും പൊതുമരാമത്ത് വകുപ്പിലെയും SC വകുപ്പിലെയും ഉന്നതന്മാരുമായി ആശയവിനിമയം നടത്തി. അവിടുത്തെ വലിയൊരാഗ്രഹമായിരുന്നു ആനമതിൽ കെട്ടുക എന്നുള്ളത്. കുറ്റകരമായ കാലതാമസമുണ്ടായി പൊറുക്കാനാവുന്നതല്ല. അതുകൊണ്ട് അത്തരം അനാസ്ഥ ആരൊക്കെയൊക്കെ ഭാഗങ്ങളുണ്ടായാൽ അത് കണ്ടെത്തി അവരർഹിക്കുന്ന ശിക്ഷ നൽകുക എന്നതാണ് ആദ്യത്തെ തീരുമാനം. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവം ശ്രദ്ധയിൽപ്പെട്ടാൽ ആരെക്കുറിച്ചെങ്കിലും പ്രത്യേകമായി പരാതി ഉണ്ടെങ്കിൽ ആ പ്രത്യേക പരാതി പ്രത്യേകമായി പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതാണ്. കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകാനുള്ള തീരുമാനമാണ് മറ്റൊന്ന്. ആനമതിൽ പണി പൂർത്തിയാക്കാം എന്നിപ്പോ സാറിവിടെ പറഞ്ഞു. എത്ര നാള് കൊണ്ട് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത് പറ ഒന്നെങ്കിലും ഇത്ര മാസം. അത് പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് ഒറ്റൊരു കാര്യമുള്ളൂ. ഞങ്ങൾ ഈ ആറള ഫാമിലെ ആദിവാസികളും പറഞ്ഞ ഈ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് ഒരൊറ്റൊരാവശ്യമുള്ളൂ. ഇനി ആറള ഫാമിൽ വന്യമൃഗങ്ങളാൽ ഒരു ജീവനും കൊല്ലിയാൻ പാടില്ല എന്ന് സാർ ഇപ്പൊ ഇവിടെ വെള്ള പേപ്പറിൽ ഫാമിലുള്ള ജനങ്ങളുടെ ഞങ്ങൾക്ക് വെള്ള പേപ്പറിൽ ഇവിടുന്ന് സാർ ഇപ്പൊ ഈ മീഡിയക്കാരുടെ മുമ്പിൽ വെച്ച് എഴുതി ഒപ്പിട്ട് തരണം. ഇനി ആറുള്ള ഫാമില് വന്യമൃഗങ്ങളാൽ ഒരു ജീവനും കൊല്ലിയാൻ പാടില്ല. സാർ ഇപ്പൊ ഇവിടുന്ന് വെള്ള പേപ്പറിൽ എഴുതി, സാറിന് വെള്ള പേപ്പർ ഇല്ലെങ്കിൽ ഞങ്ങളിപ്പം വെള്ള പേപ്പർ തരും. സാർ എഴുതി അത് ഒപ്പിട്ട് ഈ മീഡിയക്കാരുടെ മുമ്പിലടക്കം ഇത് കാണിച്ചിരിക്കണം. സഹോദരി പറഞ്ഞ ആ വികാരം പൂർണ്ണമായി ഉൾക്കൊള്ളുകൊണ്ട് ഈ തീരുമാനത്തിന്റെ മിനിറ്റ്സ് നമുക്ക് കൈമാറും. MLA എന്ന നിലയിൽ ഞാൻ വാങ്ങി നിങ്ങളെ ഏൽപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയോടാണ് ചോദിക്കുന്നത്. ഞങ്ങള് ഒരാവശ്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദിവാസി ജനസമൂഹത്തിന് ഇനിയുള്ള വരും കാലങ്ങളിൽ ഒരു മരണം പോലും ആറളം ഫാമില് ഉണ്ടാകാൻ പാടില്ല എന്ന് ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അല്ല, ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തീരുമാനമെടുത്ത കണക്കിന്റെയോ അല്ലെ പണിയുടേതോ ജോലി കൊടുക്കുന്നവരുടെയോ കണക്കല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് ഇത് ചെയ്തു തരാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ നിങ്ങളുടെ മിനിറ്റ്സിന്റെ കോപ്പി ഒന്നും നമുക്ക് ആവശ്യമില്ല. നിങ്ങൾ ആർക്ക് പണി കൊടുത്തു പോലും, എവിടെ ചെയ്തു പോലും, എവിടെ കൊടുത്തു പോലും അതൊന്നും നമുക്കറിയണ്ട. RRT ടീമിനെ ഇനി നിങ്ങൾ എന്തിനാ RRT ടീമിനെ വെച്ച് വാഴിക്കുന്നത്? ഇന്നലെ 24 മണിക്കൂറായിട്ട് ഈ ബോഡി ഇവിടെ കിടക്കുന്നു. ഒരാള് നിങ്ങളുടെ വനം വകുപ്പിൽപ്പെട്ട ഒരാള് ഇവിടെ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും രോഷം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഒരാള് പോലും ഒന്നിനൊന്ന് എത്തിനോക്കാൻ പോലും ഒരാൾ ഈ നിമിഷം വരെ എത്തിയിട്ടില്ല. എന്തിനാണ് സാർ മാസാമാസം RRTക്കാർക്ക് ശമ്പളം എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത്? അത് ഈ സാധാരണക്കാർക്ക് കൊടുത്ത് ഇവരോടിക്കാന് ഞങ്ങൾ ആദിവാസികൾ ഓടിച്ചോടാന് RRTക്കാരുടെ ഒരു സേവനം വേണ്ട. ഞങ്ങൾക്ക് ഇനി ഒരു RRTക്കാരുടെ ഒരു സേവനം വേണ്ട. ഒന്നിൽ കൂടുതൽ RRTക്കാർ വേണ്ട.
ഇതേപോലെ കുറെ തീരുമാനങ്ങൾ ബ്ലോക്ക് എഴുതി വെച്ചിട്ട് കളക്ടർ അടക്കം ഞങ്ങൾക്ക് എഴുതി പേപ്പറിലാക്കി മിനിറ്റ്സാക്കി വെച്ചിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്നറിയാം? അടിക്കാട് വെട്ടാം. 3 മാസം കൂടുമ്പോൾ ആർളം ഫാമിലെ എല്ലാ ബ്ലോക്കിലെയും അടിക്കാടുകൾ വെട്ടിത്തെളിച്ചു തരും. അതുപോലെ 3 വണ്ടി പെട്രോളിങ്ങിനായിട്ട് നിങ്ങൾക്ക് ആർളം ഫാമിലി രാവും പകലും പെട്രോളിംഗ് നടത്തും. ബാക്കിയുള്ള ആർളം ഫാമില് ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടത്തി തരാം എന്ന് പറഞ്ഞൊരു മിനിറ്റ്സ് കളക്ടറിന്റെ ഓഫീസിൽ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന സംശയമാണെങ്കിൽ നിങ്ങൾ അത് അന്വേഷിച്ച് നോക്കൂ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ 10-35 ആൾക്കാർക്ക് RRT കാട് വെട്ടിത്തെളിക്കാൻ ആ സമയത്ത് ട്രെയിനിങ് കൊടുത്തു. സർക്കാരിന്റെ ഖജനാവെന്ന് ട്രെയിനിങ് പൈസ എടുത്ത് ട്രെയിനിങ് കൊടുത്തു, മെഷീൻസ് കൊടുത്തു. 10-35 ആളെ എടുത്തു. ആ ഒരു 2 മാസം അവർക്ക് പണി കൊടുത്തു. അന്നേരം പറഞ്ഞു സർക്കാരിന്റെ ഫണ്ടില്ല, ST കയ്യിൽ ഫണ്ടില്ല എന്നും പറഞ്ഞ് ഈ പാവപ്പെട്ട ആദിവാസി ജനങ്ങളുടെ പണി അവിടെ നിർത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും അടിക്കാട് വെട്ടിത്തെളിക്കാൻ സാർ തന്നെ ഓർഡർ ഇട്ട സമയത്ത് സംഭവിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കൊടുത്തിരിക്കുന്ന പണി കൊടുത്ത സാധാരണ ജനങ്ങൾ നോക്കി നിൽക്കെ, മിഷൻ കൊടുത്തും സാധാരണ ജനങ്ങൾ നോക്കി നിൽക്കെ, പുറത്ത് ലക്ഷങ്ങൾ കോടികൾ മെനയുന്ന സാധാരണ ഒരു സമ്പന്നന് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു ഹിന്ദിക്കാരെ വെച്ച് കാട് വയ്ക്കാൻ. എത്ര കാലം വയ്ക്കും? ഹിന്ദിക്കാർക്ക് അറിയാമോ ഈ ഒരു ഭാഗത്തുള്ളവരെ? ഈ ഒരു ഭാഗത്ത് കിടക്കുന്ന ഹിന്ദിക്കാർ നമ്മുടെ വയനാട് നേരിയ വയക്കാൻ വന്ന സമയത്ത് ഹിന്ദിക്കാരെ ആന ഓടിച്ചു. ഹിന്ദിക്കാർ കണ്ടില്ല ആന കയറി പോയത്. എന്റെ ഭർത്താവാണ് പോയി വിളിച്ചു പറഞ്ഞത്, എടാ മിഷൻ ഓണാക്കടാ, ഇല്ലെങ്കിൽ അന്ന് ആ ഹിന്ദിക്കാരെ ചവിട്ടി വലിച്ചേനെ. എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്നറിയോ? അതുപോലെ ഇപ്പം സാറ് പറഞ്ഞു ആനമതിലിന്റെ പണിയെന്ന്. ആനമതിലിന്റെ പണി ആദ്യം 10 മാസത്തേക്കല്ലേ കൊടുത്തത്? 10 മാസത്തേക്ക് കൊടുത്ത പണി ഇപ്പൊ 5 വർഷമായി. എവിടെ പോയില്ലേ ഈ അതെടുത്ത കൺസ്ട്രക്ഷൻ വർക്കുകാര്? ഇനിയും അവർക്ക് തന്നെയാണോ നിങ്ങൾ ഇനിയും പണി കൊടുക്കാൻ പോകുന്നത്? അവരുടെ പേരിലെടുക്ക് ഈ 2 ജീവൻ പോയതിന്റെ കേസ് അവർക്ക് കൊടുക്ക്, അവരുടെ പേരിലെടുക്ക്. കാരണം അവർ ആ പണി കൃത്യമായും സത്യസന്ധമായും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ 2 ബോഡി ഈ വഴിയിൽ വെട്ടി സാറിനെ ഈ പാതിരാത്രിക്കൂടെ വിളിച്ചു വരുന്ന ആവശ്യം വരില്ലായിരുന്നു. അറിയാമോ? ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ആർളം ഫാം ഇനിയുണ്ട്. ഞാൻ പറയുന്നത് ചുരുക്കം ചിലത്. ഇവിടെ ഇരിക്കുന്ന ജനതകൾക്ക് പലർക്കും പല കാര്യങ്ങളും പറയാനുണ്ട്, സാറിനെ അറിയിക്കാനുണ്ട്. അറിയാം, അത് കേട്ട് കഴിഞ്ഞാൽ സാറിന് വിഷമമായി, സാർ ഇവിടെ നിൽക്കില്ല. സാറിന് ഉന്നതന്മാരും ഈ ഉദ്യോഗസ്ഥന്മാരും പറയുന്ന ഒരു അറിവ് മാത്രമേ ഉള്ളൂ ആർളം ഫാം എന്താണ്. പക്ഷെ ഒരു സാധാരണക്കാരോട് ചോദിച്ചാൽ ആർളം ഫാം എന്താണ്, മനസ്സിലാവും എന്താണ് ഏതാണ് ആർളം ഫാമിന്റെ അവസ്ഥ എന്താണ്. വോട്ട് ചോദിക്കാൻ മാത്രം വന്നതുകൊണ്ട്, ഒരു സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് വോട്ട് ചോദിക്കാൻ വന്നതുകൊണ്ട് മാത്രം ആവുമോ? ബാക്കിയുള്ള കാര്യങ്ങളും അവർക്ക് വേണ്ടതുപോലെ ചെയ്തു കൊടുത്താലല്ലേ നമ്മുടെ ഇനിയുള്ള മുന്നോട്ടുള്ള തലമുറയിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ എല്ലാ പാർട്ടിക്കാരെയും, ഒരു പാർട്ടിയെ മാത്രമല്ല പറയുന്നത്. ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു ബേസിലും അല്ല. ഞങ്ങൾ ആദിവാസികൾ എന്ന ഒറ്റ കമ്മ്യൂണിറ്റിയാണ് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ പാർട്ടിനെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ ബോഡി അന്നേരം തന്നെ കുഴിച്ചിട്ടേനെ. ഈ സാധാരണ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് അവര് കുഴിച്ചിട്ട് ഇപ്പൊ എല്ലാരും വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാനെ. കുറെ ശ്രമിച്ചു, പക്ഷെ നമ്മളത് വിട്ടുകൊടുത്തിട്ടില്ല. സാറിനെ കുറച്ച് കാര്യങ്ങളും നേരിട്ട് ഞങ്ങൾക്ക് അറിയിക്കണമെന്നും ഞങ്ങളുടെ സങ്കടങ്ങൾ സാറിനെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ആനമതിൽ 10 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത ഇനി എവിടെ 3 മാസം സമയം ഞങ്ങൾ തരാം. സാറിന് ആനമതിൽ അവരെ കൊണ്ട് തന്നെ പൂർത്തിയാക്കിച്ചോണ്ട് ഈ ആർളം ഫാമിലെ ആനയെ മുഴുവൻ അതിന്റെ ഉള്ളിൽ കയറ്റാൻ പറ്റുമോ? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഞങ്ങൾ ആദിവാസികൾ ചോദിക്കുന്ന ചോദ്യമാണിത്. സാർ ഇപ്പൊ ഫെൻസിങ്ങിന്റെ കാര്യം പറഞ്ഞു. സാർ ഇപ്പൊ ഈ മേഖലകളിലെല്ലാം ഫെൻസിങ് ഇടാന്ന് പറഞ്ഞു. ആ ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ ഈ ആനമതിലിന്റെ പണി ഇനി എഴഞ്ഞു നീങ്ങൂലേ? ഫെൻസിങ് ഇട്ടിട്ടുണ്ടല്ലോ, ആദിവാസികളുടെ ഇടമുണ്ട്, ഫെൻസിങ് ഇട്ടിട്ടുണ്ടല്ലോ. എന്താണ് അവർക്ക് ആനമതിലെന്ന് ഈ കോൺട്രാക്ടർമാരെന്ന് ചിന്തിക്കില്ലേ? അതുകൊണ്ട് ഇനി ആ കോൺട്രാക്ടർമാരെ വെച്ചാൽ നമുക്ക് ഫെൻസിംഗും വേണ്ട, ആനമതിലും വേണ്ട. വേറെ കൃത്യമായും സത്യസന്ധമായും പണിയെടുക്കുന്ന, അഴിമതിയില്ലാതെ പണിയെടുക്കുന്ന ഒരു കോൺട്രാക്ടറെ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് പണി 3 മാസം കൊണ്ട് തീർത്തു തന്ന് ആർളം ഫാമിലെ 10-80 ആനയും കുഞ്ഞുങ്ങളും. സാറിനറിയാം ഈ ഫാമിലുള്ള ആനകളെയല്ല, ഇല്ലല്ലോ. RRTക്കാർ വന്നിട്ട് ചോദിക്കും, ലൈറ്റ് വണ്ടിയിൽ ഇരുന്നിട്ട് ലൈറ്റ് അടിച്ച് ചോദിക്കും നമ്മളോട് ആന എവിടെയാണ്. നമ്മളെ മിച്ചം തന്നെ കാണിച്ചു കൊടുക്കണം ആന എവിടെയാന്ന്. അറിയാം, ആർളം ഫാമിൽ തന്നെ
ആദിവാസി ജനതയിൽപ്പെട്ട കുറച്ചു പേരെ RRT ടീമിലേക്ക് താൽക്കാലിക വാച്ചർമാരായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ആദിവാസി ജനത ഇവിടെ മരിച്ചപ്പോൾ ഈ താൽക്കാലികമായി എടുത്ത ഒറ്റ വാച്ചർമാർ പോലും വന്നിട്ട് നോക്കിയിട്ടില്ല. പിന്നെ എന്തിനാണ് സാർ അവരെ ആദിവാസി സമൂഹത്തിൽ നിന്ന് വാച്ചർമാരായിട്ട് എടുത്തിട്ടുള്ളത്? ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ആദിവാസി സമൂഹത്തിന് ഇത്രയും വിലയുള്ള ഞങ്ങൾക്ക് നേരെ മറിച്ച് ഒരു പന്നി എവിടെയാണ് ചത്തു കിടക്കട്ടെ, DFO RRTയുടെ 3 വണ്ടി അത് നിറച്ച ആൾക്കാര് വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കുഴിച്ചിടുന്നു. അടുത്തുള്ള വീടുകളിലെ മുഴുവൻ ചമ്മന്തി അരച്ചു വെച്ചിരിക്കുന്ന ചട്ടി വരെ പൊക്കി നോക്കുന്നു. ഇതൊന്നും ഞങ്ങൾ പറയാതെ ഞങ്ങളുടെ മനസ്സിൽ ഇത്രയും കൊല്ലങ്ങളായിട്ട് ഞങ്ങളുടെ മനസ്സിനുള്ളിലുള്ളതാ. അതുകൊണ്ടാണ് ഈ 2 കോടി 24 മണിക്കൂറായി ഞങ്ങൾക്കറിയാം. മനുഷ്യ ശരീരമാണ്, ചീയും മണക്കും, നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ 2 മണി 2:30 മണി പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ട്. ഈ പറയുന്ന എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെങ്കിൽ ഞങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങൾക്ക് സാറിനെ നേരിട്ട് അറിയിക്കണമെന്നൊരു ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് സാർ വരാതെ ബോഡി ഞങ്ങൾ ഇവിടുന്ന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞത്. ഫാമിൽ നടക്കുന്ന പല കാര്യങ്ങളും സാറൊന്ന് അന്വേഷിച്ചു നോക്കും, അപ്പം മനസ്സിലാവും. ഫാമിലുള്ളവരുടെ നിങ്ങളെ സങ്കടങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. എന്നോടുള്ള പ്രതിഷേധങ്ങളും പ്രതികാരവുമല്ല, നിങ്ങളുടെ സങ്കടമാണ് നിങ്ങൾ പറഞ്ഞത്. അതിൽ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് എന്ന് എനിക്കും ബോധ്യമുണ്ട്. ബാക്കി കാര്യം നോക്കാം. അതിലൊന്ന്, ഈ അടിക്കാടുകൾ വെട്ടുന്നതിന് വേണ്ടി പുറത്തുള്ളവർക്ക് കരാർ നൽകിയിട്ടുണ്ട്. അതാണ് സഹോദരിയുടെ പറഞ്ഞത്. അത് തീർച്ചയായും അത് ഇവിടുത്തെ ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഉള്ളതാണ്. അതിൽ വ്യത്യാസം വരുത്താൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ അത് അനുഭവിക്കും. ഞാൻ പറഞ്ഞത് അത് സഹോദരിക്ക് എന്നെ അധികം പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങളെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ മാറ്റങ്ങൾ ശ്രമിക്കുന്നവരാണെന്ന് എൻ്റെ വിശ്വാസം. ഇപ്പം നിങ്ങൾ പറഞ്ഞ സമയം മറ്റൊന്ന്, ഈ മതിൽ എന്നത്തേക്ക് തീർക്കും എന്ന് അതല്ല, ഒരു മരണവും ഉണ്ടാവുകയില്ല എന്ന ഉറപ്പും ഒപ്പിട്ട് പറഞ്ഞു. എന്റെ ഒപ്പിനേക്കാൾ വില ഔദ്യോഗിക ഒപ്പിനാണ്, സർക്കാരിന്റെ ഒപ്പിനാണ്. അല്ലല്ല, മന്ത്രിയുടെ ഒപ്പിന് ഒരു വില ഔദ്യോഗിക ഉത്തരവിനാണ് വില. ആ ഔദ്യോഗിക ഉത്തരവിനാണ് വില. ആ ഉത്തരവിന്റെ പകരമാണ് നിങ്ങൾക്ക് മയക്കൂടെ വെക്കണം. എന്തുകൊണ്ട് വെക്കുന്നില്ല? ആരുടെ ഫാമിൽ മാത്രം എന്തുകൊണ്ട് വെക്കുന്നില്ല?